അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രവാചക സ്നേഹത്തിൻ്റെ ആ ഒരു ഉദാത്ത മാതൃക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരുവോരങ്ങളിലൂടെയും മദ്രസ അങ്കണങ്ങളിലൂടെയും പള്ളി മൈതാനങ്ങളിലൂടെയും ഒക്കെ നബിദിനാഘോഷം പലതരത്തിൽ ആഘോഷിക്കുകയും അത് വലിയ വലിയ കാര്യങ്ങളാക്കി കൊണ്ടുനടക്കുകയും ചെയ്തു. ഇത് സംബന്ധമായിക്കൊണ്ട് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നബിദിന ആഘോഷം എന്നുള്ളൊരു വിഷയമല്ല നിങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ളത്. നബിദിനാഘോഷം എന്താണെന്നുള്ളത് നമ്മൾ മുൻപുള്ള വീഡിയോകളിലൂടെ വളരെ വ്യക്തമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനുള്ളത് ഉമർ ഫൈസി എന്ന് പറയുന്ന ബഹുമാന്യ പണ്ഡിതൻ, അദ്ദേഹം പറയുന്ന പ്രവാചകൻ്റെ ജന്മദിനം എന്നാണ് എന്നുള്ളതിൻ്റെയൊക്കെ സംബന്ധമായിക്കൊണ്ട് ഇവർക്കിടയിലുള്ള ചെറിയൊരു ഭിന്നതയാണ് കാണിക്കാനുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്. അദ്ദേഹം അത് വളരെ വ്യക്തമായിക്കൊണ്ട് പ്രതിപാദിക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമർ ഫൈസിയുടെ വീഡിയോയിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, 2025 സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന് EK സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അതേപോലെ AP സമസ്തയുടെ നേതാക്കളും മാത്രമല്ല കോഴിക്കോട് കാളിയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ജന്മദിനം വെള്ളിയാഴ്ചയാണെന്നാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ പ്രവാചക വചനങ്ങൾ ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ 1162 നമ്പർ ഹദീത്തായി ഉദ്ധരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിങ്കളാഴ്ചയിലെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനവറുകൾ അതിന് നൽകിയ മറുപടി ഫീഹി ഉലിത്തു എന്നാണ്. അന്ന് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസം എന്നാണ്. അപ്പൊ പ്രവാചകന്റെ ജന്മദിനം തിങ്കളാഴ്ചയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് വെള്ളിയാഴ്ചയായിട്ട് പ്രഖ്യാപിക്കാൻ നമ്മുടെ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഈ പണ്ഡിതന്മാർക്ക് ഇസ്ലാമിന്റെ എന്ത് പ്രമാണങ്ങളുടെ പിൻബലമാണുള്ളത് എന്ന് നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. പ്രവാചകന്റെ ജന്മദിനം റബീഉൽ അവ്വൽ 12 എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ 12 പരിഗണിക്കേണ്ടത്, ദിവസത്തെ അല്ല പരിഗണിക്കേണ്ടത് എന്നാണ് ഇവരുടെ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എങ്കിൽ ആ 12 എന്ന ഡേറ്റിനെയാണ് പരിഗണിക്കേണ്ടത് എന്നതിന് ഇസ്ലാമിനെ 4 പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണം ഉദ്ധരിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? നാം ആലോചിക്കേണ്ട കാര്യമാണ്. എത്രമാത്രം മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ല അവിടെയുള്ള ഉന്നത്തിൽ മഹാനവറുകൾ പ്രഖ്യാപിച്ചത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വവുലിദ നബിയുക്കും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി യൗമി ആശൂറ, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹറം 10 പ്രസവിക്കപ്പെട്ടത് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക. റബീഉൽ അവ്വൽ 12 യാതൊരു ബന്ധവുമില്ലാത്ത പ്രഖ്യാപനം മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ള പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, മഹാരഥന്മാരായ പണ്ഡിതന്മാർ അബുല്ലൈസു സമർഖന്ദി റഹ്മത്തുള്ള മഹാനവറുകളുടെ തംബീഉൽ ഗാഫിലീനിലും കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വവുലിദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശൂറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മഹാനായ അബുല്ലൈസു സമർഖന്ദി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ബർസഞ്ചി മൗലിദ് നോക്കിയാൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഖദ് ഇഖ്തുലിഫ ഫീ ആമി വിലാദതിഹി വഫീ ശഹ്രിഹാ വഫീ യൗമിഹാ, പ്രവാചകന്റെ ജന്മദിനം, ജന്മമാസം, ജന്മവർഷം എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഇങ്ങനെയാണ് പ്രവാചകന്റെ ജന്മദിനത്തെ സംബന്ധിച്ച് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ നമുക്കൊരു യാഥാർത്ഥ്യം ബോധ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു തന്റെ ജന്മദിനം തിങ്കളാഴ്ചയിലാണ് എന്ന്. അന്ന് നോമ്പനുഷ്ഠിക്കൽ പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പ്രവാചകന്റെ ജന്മദിനം റബീഉൽ അവ്വൽ 12 സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയിലാണെന്ന് പ്രഖ്യാപിക്കുന്നവർ ആ വെള്ളിയാഴ്ചയിൽ പ്രവാചകന്റെ ജന്മദിനം എന്ന നിലക്ക് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു നോമ്പിനെ കുറിച്ച്, തിങ്കളാഴ്ചയിലെ നോമ്പിനെ കുറിച്ച്. അപ്പോൾ ഇവർ പ്രഖ്യാപിച്ച ഈ വെള്ളിയാഴ്ചയിൽ പ്രവാചകന്റെ ജന്മദിനം എന്ന നിലക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റും എന്ന വാദം ഇവർക്കില്ല. ഇവർ പ്രഖ്യാപിച്ചത് ശരിയാണെങ്കിൽ അന്ന് നോമ്പനുഷ്ഠിക്കൽ നമുക്ക് സുന്നത്താണെന്ന് പറയാൻ ഇവർ നിർബന്ധിതരാകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സഹോദരന്മാരെ, ഇവിടെ ജനങ്ങളോട് പറയേണ്ടത് പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ഡേറ്റിനാണോ പരിഗണന,
ദിവസത്തിനാണോ പരിഗണന? ഇതൊന്നും പറയാൻ കഴിയാതെ ഈ വിഷയത്തിൽ നിരായുധരായി നിൽക്കുന്ന ഈ ആളുകൾ സമൂഹത്തിൽ ഇല്ലാത്ത പ്രവാചകന്റെ പിറന്നാൾ ആഘോഷിക്കുക എന്ന ഈ വിധേയത്ത് കൊണ്ടുവരുമ്പോൾ അതിനാധികാരികമായി രേഖകൾ ഉദ്ധരിക്കാൻ കഴിയാതെ നിരായുധരായി നിൽക്കുന്ന ദയനീയ രംഗം ഇരു സമസ്തകൾക്കും അനുഭവപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സത്യം സത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.